ഇയ്യോബിൻ്റെ പുസ്തകം 13 അധ്യായം 15 അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണത്. കാരണം ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്ന സമയങ്ങളിലും എൻ്റെ ഒരു ചെറുപ്പം മുതൽ ഞാൻ ചിന്തിക്കുന്ന ഒരു 7th സ്റ്റാൻഡേർഡ് മുതൽ ഇങ്ങോട്ട് ഞാൻ മനസ്സിൽ പറയുകയും വായിക്കുകയും എന്നെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തൊരു വാക്യമാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ടു, ആത്മഹത്യക്ക് പലവട്ടം ശ്രമിച്ചു, പക്ഷേ ദൈവം എന്നെ നടത്തി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കെന്തായാലും എൻ്റെ ഡാഡിയോടൊപ്പം ജീവിക്കണം, സ്വർഗസ്വനായ പിതാവിനോട്. അപ്പോൾ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും പിറുപിറുക്കാതെ എന്നെ അവൻ കൊന്നാൽ ഞാൻ ജീവിച്ചിരുന്ന് എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പേ കാണിച്ചിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ. കാരണം എനിക്ക് ആ എറ്റേണിറ്റി ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗമനുള്ള ലക്ഷ്യം. അതുപോലെ എന്നെ സന്തോഷിപ്പിക്കുന്നൊരു പാട്ടാണ്. എൻ്റെ ലിറിക്സ് എനിക്ക് കാണാതെ ശരിക്കറിയില്ല. പാടും ഞാനേശു വീണ് ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ പാടും ഞാനൻ അകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിന് ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കും എന്നും. ഞാൻ സുഖമില്ലാതെ കുറച്ച് നാളായി. ഞാനൊരു യൂട്യൂബറാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഭാഗ്യലക്ഷ്മി ആർക്കുറുപ്പ് ഫ്രം അടൂർ. പാട്ടൊക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായി, ഒരുപാട് നാളിന് ശേഷം പാടുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും യേശുവിൻ്റെ നാമം ഉയർത്താനും അതുമൂലം എൻ്റെ ഡാഡിയുടെ നാമം മഹത്വപ്പെടുവാനും പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പിനാൽ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയുവാനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ തീർത്തും ഒരു വല്ലാത്തൊരു രീതിയിൽ ഞാൻ ആയതാണ്. ദൈവം വീണ്ടും എന്നെ കൈപിടിച്ച് കയറ്റിയിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്റ്റേ ട്യൂൺ. താങ്ക് യു. ബൈ.